പാക്കേജ് സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വെക്കേഷൻ ടൈമിലാണ് സിനിമ വരുന്നത്. അപ്പൊ വെക്കേഷൻ സമയത്ത് മുമ്പ് വന്നപ്പോഴൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. സോ എല്ലാം കൂടെ കൂടി ചേർന്നൊരു സക്സസ് ഫോർമുലയിലേക്കാണോ ഈ പവിയുടെ ഒരു യാത്ര? തീർച്ചയായിട്ടും. കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ. അപ്പൊ ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവി കാറ്റേക്കർ. അപ്പൊ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും, ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല, അത് ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയും. നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രൻ. ബോഡി ഗാർഡിലൊക്കെ ദിലീപേട്ടൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വരുമ്പോൾ കുറച്ച് ജസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ട്രെയിലറിലൊക്കെ നമുക്ക് അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് കാണാം. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു പഴയ എന്റർടൈനിങ് സ്റ്റാറിലേക്കുള്ള ഒരു റീഇൻവെൻഷൻ ആണോ പവിക്കായിട്ടൊക്കെ? റീഇൻവെൻഷൻ ഒന്നുമില്ല, നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും പറയാറില്ല, എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് അടിക്കൂല, ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ. എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ. അയാൾ ജീവിതത്തിൽ അയാളുടേതായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു. അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് നരയൊക്കെ ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ അങ്ങനെ കട്ടിയാതെ കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് പ്രായമില്ലെന്നെല്ലാം പറഞ്ഞു തന്നെ, അതല്ല. എന്നാൽ അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേഡല്ല. അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ, അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു യങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ യങ്ങായി പോകും. നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും. കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ, ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, സരസത കൂടുക, ഇതൊക്കെ മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതുമൊക്കെ ഈ പവിത്രനെ നമുക്കറിയാം. നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ? കാര്യം റൊമാൻസ് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തും. അത് ചിരി കണ്ടറിയാം റൊമാൻറ്റിക് ആണ്. സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യത്തിന്റെ കളികളാണ് പറയാറുള്ളത്. അതെ, ഒരു കറക്റ്റ് വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ ഒരു പടം വരുന്നു, സിഐഡി മൂസയുടെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ തന്നെ ഫ്ലാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു, കോയിൻസിഡൻസ് പോലെ വന്നതായി തോന്നുന്നു. അങ്ങനെയല്ല, നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി. വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ്. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴും ഞാൻ വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. സിഐഡി മൂസയിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറൊരു ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക. ഓഡിയോ ലോഞ്ചിൽ തന്നെ വളരെ ഇമോഷണൽ ആയിട്ട് സ്പീച്ച് ആയിരുന്നു ദിലീപേട്ടൻ നടത്തിയത്. അത് മനഃപൂർവ്വം ഉണ്ടായിട്ടില്ല, സംസാരിച്ച് കുറെ കാലമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. അല്ല, കാരണം ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് എന്തായാലും തുടങ്ങിയതല്ലല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്ന് ഇന്നലെ എല്ലാവരും കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യുക. നമ്മള് സിനിമയാണ് എൻ്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ടൊക്കെ അല്ലേ? അല്ല, ഇത്ര വർഷമായിട്ട് ദിലീപേട്ടൻ ആരാന്ന് അന്വേഷിച്ചില്ലേ? നിരന്തരം ഞാൻ ആരാണെന്നോ? അല്ല, അതല്ല ഇപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ. എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരിക്കലും പറയും. കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അതെ അതെ, 100%. അത് കയറുന്നാണ് എന്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെയായിരിക്കും പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിലും നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്രൻ എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേ കൂടിയാന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത്.